ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മായം കലർന്ന പാൽ എത്തുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ വകുപ്പുമായി സഹകരിച്ച് കുമളി ചെക്ക് പോസ്റ്റിൽ പാൽ പരിശോധന ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തരത്തിലാണ് പരിശോധന സജ്ജമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 25 വരെ പാൽ പരിശോധന അതിർത്തിയിലുണ്ടാകും. മുൻവർഷങ്ങളിൽ ഓണക്കാലത്ത് മാത്രം 55 ടാങ്കറുകളാണ് കുമളി ചെക്ക് പോസ്റ്റ് വഴി സംസ്ഥാനത്ത് പാൽ എത്തിയത്. ആധുനിക സൗകര്യങ്ങളുള്ളതിനാൽ പാൽ സാമ്പിൾ 20 മിനിറ്റകം പരിശോധിക്കാൻ കഴിയും. പാലിൽ സാധാരണയായി 3 തരത്തിലുള്ള മായങ്ങളാണ് ചേർക്കുന്നത്. പാലിൽ മായം കലർത്തിയതായി കണ്ടെത്തിയാൽ വാഹനം ഉൾപ്പെടെ പിടിച്ചെടുക്കും. പാൽ സാമ്പിൾ പരിശോധനയ്ക്കായി കാക്കനാട് റീജിയൻ ലാബിലേക്ക് അയക്കും. ഫോർമാലിൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയാൽ കുറ്റക്കാർക്ക് 5 ലക്ഷം രൂപ വരെ പിഴയും ജീവപര്യന്തം തടവ് ശിക്ഷയും ലഭിക്കാം. പരിശോധനാ കേന്ദ്രം അഡ്വക്കേറ്റ് സിറീഖ് തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് നമുക്ക് വളരെയധികം ആരോപണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കൃത്യമായി മായം കലരാത്ത സാധനങ്ങൾ ലഭിക്കുന്നില്ല, മായം കലർന്ന സാധനങ്ങളാണ് കൂടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ഇവിടെ ഭക്ഷ്യസുരക്ഷ വകുപ്പിൻ്റെ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉത്രാട ദിനം വരെ തുടർച്ചയായിട്ട് 24 മണിക്കൂർ നടത്തുന്ന ചെക്ക് പോസ്റ്റ്, അതുപോലെ സ്പെഷ്യൽ സ്ക്വാഡ്, പരിശോധനാ സ്ക്വാഡ് ഇവിടെയുണ്ട്. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് അധ്യക്ഷ യോഗത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി CRN ദീപ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ബൈജു P. ജോസഫ്, പിരിമേട് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ മിഥുൻ, ഇടുക്കി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സൈജു K. രാംനാഥ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം, KHRS സെക്രട്ടറി സാജു ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ കുമളി.